ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതേ രീതിയിലുള്ള ടീച്ചിങ് നോട്ടുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. അതിനായി ഉബുണ്ടുവിലെ ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് സ്ക്രൈബസ് എന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് സ്ക്രൈബസ് ഇത് ക്ലിക്ക് ചെയ്ത് തുറക്കുമ്പോൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു ഫയൽ ചോദിച്ചേക്കാം, അത് ക്ലോസ് ചെയ്യാം. ഇതുപോലെ വിൻഡോ വരും. ഇത് പുതിയ ഡോക്യുമെന്റ് തുറക്കുന്ന വിൻഡോ ഡിഫോൾട്ടായി വരുന്നതാണ്. ഇത് ക്ലോസ് ചെയ്താലും തുറന്ന് ചെയ്യുമ്പോൾ ഫയൽ ന്യൂ എന്ന രീതിയിൽ അതേ വിൻഡോ നമുക്ക് കിട്ടും. ഇവിടെ A4 സൈസിൽ പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു പേജാണ് ഡിഫോൾട്ടായി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടീച്ചർ നോട്ട് എഴുതുന്നത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് വൈഡായിട്ടായതുകൊണ്ട് ഈ പോർട്രേറ്റ് മാറ്റി ലാൻഡ്സ്കേപ്പ് എന്നാക്കി കൊടുക്കാം. മാർജിൻസ് റൈറ്റ് ലെഫ്റ്റ് ടോപ്പ് ബോട്ടം മാർജിൻ നമുക്കൊരു 10 മില്ലിമീറ്റർ ആക്കി കൊടുക്കാം. അത് 1 സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കാം. ഇതെല്ലാം നമുക്ക് മാറ്റി ടൈപ്പിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്താൽ ഇതേ രീതിയിലുള്ളൊരു പേജ് നമുക്ക് വരയ്ക്കാം. പേജ് വലുതായും ചെറുതായും ഇതുപോലെ കാണുന്നതിന് വേണ്ടി കീബോർഡിലെ കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് മൗസിൻ്റെ സ്ക്രോൾ വീൽ മുന്നോട്ട് ചലിപ്പിച്ചാൽ സൂം ഔട്ടും പുറകോട്ട് ചലിപ്പിച്ചാൽ സൂം ഇന്നും കിട്ടും. ആദ്യമായിട്ട് എങ്ങനെയാണ് ഇതിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് എന്ന് നോക്കാം. മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇതിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത്. ഇത് മാറ്റി നമുക്ക് മലയാളം സെലക്ട് കൊടുക്കാം. അപ്പോൾ ML ഇത്. ചില ലാപ്ടോപ്പുകളിൽ ഇതുപോലെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് മാറാതെ വന്നാൽ കീബോർഡിലെ വിൻഡോസിൻ്റെ ലോഗോ ഉള്ള കീ സൂപ്പർ കീ എന്നാണ് പറയുക. സൂപ്പർ കീയും നീളമുള്ള കീയായ സ്പേസ് ബാറും ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഇതുപോലെ ഇംഗ്ലീഷ് മലയാളം മാറ്റി മാറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാനായി ഈ ടെക്സ്റ്റ് ഫ്രെയിം എന്ന എന്ന് സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അത്രയും ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യുകയോ ചെയ്യേണ്ടത്. ഇവിടെ മൗസ് അമർത്തിപ്പിടിച്ച് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ആവശ്യമായ ഒരു പേജ് അവിടെ കിട്ടും. ഇതിനുള്ളിൽ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കർസർ അവിടെ വരുന്നത് കാണാൻ പറ്റും. ഇതിനാവശ്യമായ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി വിൻഡോസ് എന്ന മെനുവിൽ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ വിൻഡോസ് എന്ന മെനുവിൽ ഒരു കണ്ടന്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഈ രണ്ട് വിൻഡോയിൽ നമ്മൾ സെലക്ട് ചെയ്യണം, ടെക്സ്റ്റ് പ്രോപ്പർട്ടീസും കണ്ടന്റ് പ്രോപ്പർട്ടീസും. ഡിഫോൾട്ടായി ഈ വിൻഡോകളോട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഈ പ്രോപ്പർട്ടീസ് കിടക്കുന്നതെങ്കിൽ അത് മാറ്റി ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആക്കുക. അത് കണ്ടില്ലെങ്കിൽ വിൻഡോസിൽ കണ്ടന്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് ആ വിൻഡോ തുറന്നു വയ്ക്കുക. ഈ വിൻഡോയിലാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ആവശ്യമായ അക്ഷരങ്ങളൊക്കെ ഉള്ളത്, ഫോൺസൊക്കെ ഉള്ളത്. നിലവിൽ ഇംഗ്ലീഷ് ഫോണാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇതുപോലത്തെ സ്ക്വയറായി വരിക. അത് ഇംഗ്ലീഷ് ഫോണ്ടായതുകൊണ്ടാണ്. ഇത് മാറ്റി ഇംഗ്ലീഷ് ആക്കിയാൽ നമുക്കവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങളും കിട്ടുന്നതാണ്. മലയാളം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും രചന എന്ന മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യണം. നമുക്കിവിടെ മലയാളം ഫോണ്ട് കാണാൻ പറ്റും. ദേശാഭിമാനി ഫോൾഡർ ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും റീഡബിളാക്കി പറ്റുന്ന ഫോൾഡർ രചന എന്ന ഫോൾഡറാണ്. താഴേക്ക് പോയി ആറിൽ തുടങ്ങുന്ന രചന എന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് നന്നാവും. സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ കർസർ നിൽക്കുന്നത് നമുക്ക് കാണാം ഈ ഫോണ്ടിൻ്റെ നേരെയാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്താലും നമുക്ക് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. ഈ രചന ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കർസർ ബ്ലിങ്ക് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒന്നുകൂടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ അക്ഷരങ്ങളൊക്കെ കാണാൻ പറ്റും. മലയാളം കിട്ടാനായിട്ട് ഇംഗ്ലീഷ് മാറ്റി മലയാളമാക്കുക. ഇനി നമ്മൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ മലയാള അക്ഷരം കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ആദ്യം നമ്മൾ പേര് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർ പേര് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ഫുൾ കോളിനൊക്കെ കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് മാറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട്
നമുക്ക് ഇത് മലയാളമാണെങ്കിൽ നമ്മൾ ഫുൾ കോളൻ ടൈപ്പ് ചെയ്യും, മലയാള അക്ഷരമാണ് വരിക. അത് ഇംഗ്ലീഷിലേക്ക് വേണമെങ്കിൽ ഇത് ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് ചിഹ്നങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇനി മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ നിന്നും ടൈപ്പ് ചെയ്ത് മാറ്റം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് വിൻഡോസ് സോഫ്റ്റ്വെയറിൽ നിന്നും നമ്മുടെ ഉബുണ്ടു സോഫ്റ്റ്വെയർ ലിനക്സ് ഉബുണ്ടുവിൻ്റെ പ്രത്യേകതയാണ്. വിൻഡോസിലാണെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ ടെക്സ്റ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ചില ചിഹ്നങ്ങളാകും വരിക, നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് ഇതൊരു ലിനക്സ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ടും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ ലിനക്സ് ബേസ്ഡ് ആയതുകൊണ്ടും ആ ഫോൺ മിസ്മാച്ചിങ് നമുക്കിവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേക നേട്ടമാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് വാട്സാപ്പിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്താൽ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുന്നു. സ്ക്രൈബേഴ്സിൽ പോയി എഡിറ്റിൽ പേസ്റ്റ് കൊടുത്താൽ നമുക്ക് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തത് ഇവിടെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നത് കണക്കാം. ഏതെങ്കിലും അക്ഷരം വലിപ്പം കൂട്ടണമെങ്കിൽ ഗവൺമെൻറ് യൂത്ത് പറ്റുന്ന വലിപ്പം കൂട്ടണമെങ്കിൽ അത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് വലിപ്പം ഇങ്ങനെ കൂട്ടിക്കൊടുക്കാം. അതുപോലെ യൂണിറ്റിൻ്റെ പേര് വലിപ്പം കൂട്ടി കൊടുക്കണമെങ്കിൽ ചിറക് വിരിച്ചെന്നുള്ളതിന് നമുക്ക് ഫോൺ സൈസിൽ കൂട്ടിക്കൊടുക്കാം. വാതിൽ എന്നുള്ളത് ഈ യൂണിറ്റ് സെൻറ്ററിലേക്ക് വരണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് ഇവിടെയുള്ള സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം.